മദീനത്തെ പള്ളിയിൽ, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗത്തേക്ക് റിഫായി ശൈഖ് ചെന്നുവത്രേ. റിഫായി ശൈഖ് ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് 2 വരി പദ്യം ചൊല്ലി എന്നാണ്. നബിയേ ഫംദുദ് യദൈക ലികൈ തുഹ്ലാ ബിഹാ ശഫതി, അങ്ങയുടെ കൈകളൊന്ന് ഖബറിൽ നിന്ന് നീട്ടിത്തരണേ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ, ഞാനൊന്ന് മുത്തം വെക്കട്ടെ എന്ന് റിഫായി ശൈഖ് അങ്ങ് പോയി പാടി പോലും. അപ്പോഴേക്കതാ ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് 2 കൈകളും പുറത്തേക്ക് വരുന്നു. റിഫായി ചുംബിച്ചു എന്ന് കള്ളക്കഥ പ്രചരിപ്പിക്കുന്നില്ലേ? ഞാൻ പറയട്ടെ, അത് കള്ളക്കഥയാണോ? 560ഓളം കിതാബ് ലോകത്ത് രചിച്ച, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാഠം പഠിച്ച, തഫ്സീറിന്റെ 10-60 വാല്യങ്ങളുള്ള തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ രചിച്ച ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ആ സുയൂത്തി ഇമാമിന്റെ അൽ ഹാബീബുൽ ഫതാവ, ഞാൻ ചോദിക്കുന്ന മൗലവിമാരോട്, നിങ്ങളെ മുജാഹിദിന്റെ പ്രസിദ്ധീകരിക്കുന്ന തറാവീഹ് എന്ന പുസ്തകത്തിൽ നിങ്ങൾ തെളിവ് ഉദ്ധരിച്ചിട്ടില്ലേ? ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണെങ്കിലും ആ ഇമാം സുയൂത്തിയെ നിങ്ങൾ ഇമാം സുയൂത്തി റളിയല്ലാഹു എന്ന് പറയുന്നില്ലേ? ആ ഇമാം സുയൂത്തി അല്ലേ അവിടുത്തെ ഹബീബുൽ ഫതാവയിൽ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് എഴുതിയത്, ഫലമ്മാ വഖഫ തിജാഹൽ ഹുജ്റത്തുൽ ശരീഫത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ, ഹുജ്റത്തുൽ ശരീഫിന്റെ അടുക്കൽ, ജാറത്തിന്റെ അടുക്കൽ നിന്നിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി ബഹുമാനപ്പെട്ടവർ ചൊല്ലി, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെ കെ.എം. മൗലവിയല്ലേ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മുജദ്ദിദാണ്, ഇസ്ലാമിലെ നവോത്ഥാന നായകനായ ഇമാമാണെന്ന് എഴുതി വെച്ചത്. ആ ഇമാം സുയൂത്തി എഴുതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ശരീഫിനടുക്കൽ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചെന്നിട്ട്, നബിയേ, ദുർവിധിക്കുള്ളിൽ നിന്റെ ആത്മാവിനെ ഇങ്ങോട്ട് കൊണ്ടുകൊടുത്തയച്ച് ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടുത്തെ മണ്ണ് ചുംബിച്ച് തിരിച്ചു വരാറുണ്ട്. ഇപ്പോൾ ശരീരത്തോടെ ഞാൻ ഹാജരായിരിക്കുന്നു, വലം കൈകൊണ്ട് നീട്ടിത്തരൂ നബിയേ, ഞാനൊന്ന് ചുംബിക്കട്ടെ. ഇതെന്ന് പറഞ്ഞപ്പോ ഇമാം സുയൂത്തി രേഖപ്പെടുന്ന ഖറബത്തിൽ ഒരു ശരീരത്തിന് ഖബരി ശരീഫി ഫഖബ്ബലഹാ, സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ശറഫാക്കപ്പെട്ട കൈ പുറത്തു വരുന്നു. അതാ അഹ്മദുൽ കബീർ റിഫായിയെ കുറിച്ച് ചുംബിക്കുന്നു. ഇത് കള്ളക്കഥയാണെന്ന് മൗലവി പറഞ്ഞാൽ, ഇമാം സുയൂത്തി കള്ളക്കഥ രേഖപ്പെടുത്തുന്നവരാണെന്ന് പറഞ്ഞാൽ, ഇമാം സുയൂത്തി മുജദ്ദിദാണെന്ന് എഴുതി വെച്ച കെ.എം. മൗലവിയുടെ അവസ്ഥ എന്താ? നിങ്ങളെ മുജാഹിദ് സെന്റർ പ്രസിദ്ധീകരിക്കുന്ന തറാവീഹ് എന്ന പുസ്തകത്തിന്റെ കഥ എന്താണ്? ഇമാം സുയൂത്തി കള്ളക്കഥ എഴുതുന്ന ആളാണ്.